കലങ്ങിയ വെള്ളം കുറച്ച് സമയത്തെ കാത്തിരിപ്പിന് ശേഷം തെളിയും. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളും ഒരിക്കൽ മാറും. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവുമുണ്ട്. നാം പ്രതീക്ഷയോടെ ജീവിക്കുക. കാലത്തിൻ്റെ പടി കയറുമ്പോഴും ജീവിതം ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ലക്ഷ്യം കൈവരിച്ച് മടങ്ങുമ്പോഴും മറക്കാതിരിക്കുക പിന്നിട്ട വഴികളെയും കൂടെ നിന്നവരെയും സ്നേഹം തന്നവരെയും. സ്നേഹം പവിത്രമായ ജലം പോലെയാണ്. അത് അർഹിക്കുന്നവർക്ക് ആവശ്യമായ അളവിൽ മാത്രം നൽകുക. അല്ലാത്ത പക്ഷം അവയൊക്കെയും താഴേക്ക് നിറഞ്ഞൊഴുകി മൂല്യം നഷ്ടപ്പെട്ട് സ്വയം മലിനമാവുക തന്നെ ചെയ്യും. വിടർന്നു നിൽക്കുന്ന പൂവിൻ്റെ ഭംഗി കാണാൻ ധാരാളം പേരുണ്ടാകും. വാടി വീണാൽ അതിൽ ചവിട്ടി നിന്ന് അവർ മറ്റൊരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കും. അതുപോലെയാണ് ജീവിതങ്ങൾ. വാടിയാൽ ആർക്കും വേണ്ടാതാവും. നമ്മുടെ കൂടെ നിൽക്കാൻ ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെ സ്നേഹിച്ചത് ആത്മാർത്ഥമാണെങ്കിൽ, അവർ നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, നാം കൊടുത്ത കരുതലും സ്നേഹവും ഒരു നിമിഷമെങ്കിലും ഓർക്കുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് നമ്മളെ വിട്ടുപോകാൻ സാധിക്കില്ല. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ പലപ്പോഴും വൈകിപ്പോകും. കാരണം സ്നേഹം നടിച്ച് വശത്താക്കി ആവശ്യം കഴിയുമ്പോൾ അവഗണിക്കുന്നവരുടെ അത്രയും മിടുക്കൊന്നും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് കാണില്ല. കാരണങ്ങളുണ്ടാക്കി നിങ്ങളെ വെറുക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുക. പകരം കാരണമേതുമില്ലാതെ നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഒരാളുടെ ജീവിതത്തിലെ വിജയം അളക്കേണ്ടത് എത്രത്തോളം ഉയരത്തിൽ എത്തിയെന്ന് നോക്കിയല്ല, മറിച്ച് എത്രത്തോളം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ഉയരങ്ങളിൽ എത്തി എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക. അപ്പോൾ ഹൃദയം അസ്വസ്ഥമാകുകയില്ല. അവസരങ്ങൾ ഒരിക്കലും ഒന്നിലധികം തവണ നിങ്ങളുടെ വാതിൽക്കൽ മുട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും മറുപടി നൽകരുത്. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ ഒരിക്കലും വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ സങ്കടത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും തീരുമാനമെടുക്കരുത്. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത്. ഒരു മോശം കാര്യം കേൾക്കുന്നത് കുറഞ്ഞത് 5 നല്ല ഓർമ്മകളെയെങ്കിലും നശിപ്പിക്കും. മോശം ചിന്തകളിൽ നിന്ന് സ്വയം അകന്നു നിൽക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്കുകൾ എല്ലാം ഇല്ലാതാക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. നിങ്ങളുടെ സങ്കടങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരെ ചിരിപ്പിച്ചേക്കാം. എന്നാൽ നിങ്ങളുടെ ചിരി ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. വിലപിടിപ്പുള്ള സമ്മാനങ്ങളെക്കാൾ എത്രയോ വലുതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷം ഒരു നിമിഷം മാത്രമേ നിലനിൽക്കൂ. എന്നാൽ ഒരു നല്ല വാക്ക് നൽകുന്ന സന്തോഷം ജീവിതകാലം മുഴുവൻ നമ്മൾ ഓർത്തിരിക്കും. മറ്റുള്ളവർ തെറ്റല്ല, അവർ വ്യത്യസ്തരാണെന്ന ലളിതമായ വസ്തുത മനസ്സിലാക്കിയാൽ പല ബന്ധങ്ങളെയും ചേർത്തിണക്കി കൊണ്ടുപോകാനാകും. ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്, അല്ലാതെ വാക്കുകളിൽ നിന്നല്ല. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സ് മാറ്റാൻ നിങ്ങൾ തയ്യാറാവണം.